ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്ത തൊടുപുഴ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ് ലഹരി സംഘത്തിന്റെ താവളമായത് 24 ഇന്നലെ വാർത്തയിലൂടെ പുറത്തുവിട്ടിരുന്നു. രാപകൽ ഭേദമില്ലാതെ ലഹരി സംഘം ബസ് സ്റ്റാൻഡ് താവളമാക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നിപ്പോൾ അതിൽ നടപടി വന്നിരിക്കുന്നു. തൊടുപുഴ മുനിസിപ്പൽ അധികൃതർ മറുപടി പോലും തരാത്ത വിഷയത്തിൽ ഒടുവിൽ പോലീസ് ഇടപെടുകയാണ്. സുരക്ഷയുടെ ഭാഗമായി കെട്ടിടം അടച്ചിടാൻ പോലീസ് നഗരസഭയോട് ആവശ്യപ്പെടും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. 24 ഇംപാക്ട്. ഇത് 2025 സെപ്റ്റംബർ 7-ാം തീയതി സ്ഥലം MP-യെയും MLA-യും ഉൾപ്പെടുത്തി തൊടുപുഴ നഗരസഭ 3-ാം തവണ നടത്തിയ പ്രവർത്തനോദ്ഘാടനം. മുൻവർഷങ്ങളിലും ഉദ്ഘാടനങ്ങൾ വേറെയും നടന്നിരുന്നു. പക്ഷേ മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സ് കം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ഹർത്താൽ ദിനത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന കടകളല്ല ഇവ. തൊടുപുഴ മുനിസിപ്പാലിറ്റി കോടികൾ മുടക്കി നിർമ്മിച്ച് പല കുറി പ്രവർത്തനോദ്ഘാടനം നടത്തി ഇതുവരെ പ്രവർത്തിക്കാൻ പോലും തുറക്കാൻ കഴിയാത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആർക്കും കയറാവുന്ന എന്തും ചെയ്യാവുന്ന രീതിയിൽ ഒരു ബഹുനില കെട്ടിടം. കരാറുകാരായി കച്ചവടക്കാർ എത്തിയെന്ന് പറയുമ്പോഴും ഭീമമായ തുക നൽകി വാടകയ്ക്കെടുക്കാൻ ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. തറയിൽ ടൈൽ പോലും പാകാത്ത കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഇന്ന് രാസലഹരി സംഘത്തിന്റെ താവളമാണ്. കള്ളും സിഗരറ്റും ബിയർ ബോട്ടിലും മാത്രമല്ല, രാസലഹരിയും അവയ്ക്ക് ഉത്തേജകം നൽകാൻ കഴിയുന്ന മരുന്നുകളും ഉണ്ട് ഇവിടെ. തുറക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് 15 ലക്ഷം രൂപ സെക്യൂരിറ്റിയും മതിയായ വാടക ചോദിച്ചേക്കുക. വെച്ച് കുറക്കണം, ഇല്ലെങ്കിൽ അവിടെ കിടക്കണം വണ്ടി. ആ നിർത്തിയാക്കണം വണ്ടികൾ ഇവിടെ കയറ്റിയിട്ടെ. ഇവിടെ ആ വണ്ടികൾ ഇവിടെ കയറ്റിയിട്ട് ബസ് കൊണ്ട് കയറിയട്ടെ. ബസ് ഇവിടെ കയറ്റി ആളെ കയറ്റി ഇവിടെ ഇറക്കട്ടെ. അപ്പോൾ ഇവിടെ ആൾക്കാർ തങ്ങുമല്ലേ, അപ്പോൾ കടകളോട് തുടങ്ങും. അല്ലെ അത് നിർത്തട്ടെ. ഇത് ഒരു കോടിക്കണക്കിന് രൂപ പണം മുടക്കിയിട്ട് ഈ സാധനം ഇപ്പോൾ ഷട്ടറുകളൊക്കെ തുൻപെടുത്ത് തുടങ്ങി. ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടിയില്ലാതെ കിട്ടാത്ത കുത്തിവയ്പ് മരുന്നുകൾ, രാസലഹരിക്ക് വീര്യം പകരാനാണ് ഇവ ഉപയോഗിക്കുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പോലീസ് മങ്ങാട്ടുകവലയിൽ പട്രോളിംഗ് ശക്തമാക്കാൻ തീരുമാനിച്ചു. നമ്മൾ ശക്തമായ പെട്രോളിങ് വൈകിട്ടും ഒക്കെ അവിടെയുണ്ട്. കൺട്രോൾ റൂം വാഹനം അവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് തന്നെ ഇടാറുണ്ട്. പിന്നെ അതുപോലെ പെട്രോളിങ്ങിന് പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെക്കിങ്ങുകളും ഒക്കെ നടത്താറുണ്ട്. അവിടെ കൂടുതലും ഈ അന്യസംസ്ഥാന ആൾക്കാരും അതുപോലെ തൊഴിലാളികളും, അതായത് ഡ്രൈവേഴ്സ്, അവരും ആണ് അവിടെ കൂടുതലും ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസും അവിടെ വന്ന് കൂടാറുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടും തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോഴും മൗനം തന്നെയാണ്. സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് എന്നോ അല്ലെങ്കിൽ ലഹരി സംഘങ്ങളുടെ ഇടത്താവളമാണ് എന്ന ആരോപണമല്ല, കൃത്യമായ തെളിവുകളാണുള്ളത്. അതായത് തൊടുപുഴ മുനിസിപ്പാലിറ്റി കോടികൾ മുടക്കി സാമൂഹിക വിരുദ്ധർക്ക് വേണ്ടി ഒരു കെട്ടിടം പണിതിട്ടിരിക്കുന്നു. അല്ലാതെ ഇതിനെ എന്ത് വിളിക്കാം? ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ലഹരി സംഘത്തിന്റെ താവളമായി മാറേണ്ട ഇടമല്ല അത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. പോലീസ് ഇപ്പോഴെന്തായാലും ഇടപെടുന്നുണ്ട്. ശക്തമായ പരിശോധനയിലേക്ക് കടക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.